നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആരോടാണോ ഏറെ പ്രണയമുള്ളത്, ആരോടാണോ നമുക്ക് ഏറെ ഇഷ്ടമുള്ളത്, അയാളുടെ മുഖം തെളിവാകുന്ന വാൽക്കണ്ണാടിയുടെ പേരാണ് ഛായാമുഖി. ഞാൻ ആ വാൽക്കണ്ണാടി എൻ്റെ മുഖത്തേക്ക് പിടിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആരോടാണോ ഏറെ പ്രണയമുള്ളത് അയാളുടെ മുഖമായിരിക്കും ഈ വാൽക്കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത്. ഈ വാൽക്കണ്ണാടി സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു രാക്ഷസിക്കായിരുന്നു. അവരുടെ പേര് ഹിഡംബി എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെ ഹിഡംബി എന്ന രാക്ഷസയ്ക്കാണ് ഈ വാൽക്കണ്ണാടി സ്വന്തമായി ഉണ്ടായിരുന്നത്. അവൾ തൻ്റെ പ്രണയമാനസം തുറന്നു കാട്ടുവാൻ തക്കവണ്ണം അവളുടെ കാമുകനായി അവൾ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിരുന്ന ഭീമസേനന് മുമ്പാകെ ഒരു സമ്മാനം എന്നോണം ഈ ഛായാമുഖി എന്ന വാൽക്കണ്ണാടി നൽകുകയാണ്. പ്രിയതമ നൽകിയ സ്നേഹപൂർവമായ സമ്മാനം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഭീമസേനൻ ഹിഡംബിയെ യാത്ര അയക്കുന്നുണ്ട്. എന്നാൽ ഹിഡംബി വഴിയാത്രകളിൽ മടങ്ങി വന്ന് ഭീമസേനൻ അത് തൻ്റെ മുഖത്തേക്ക് പിടിക്കുമ്പോൾ തന്നെയാണോ കാണുന്നതെന്ന് അറിയുവാൻ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. ഭീമസേനൻ ഹിഡംബി പോയതിൻ്റെ പിന്നാലെ ആ വാൽക്കണ്ണാടി തുറന്ന് തൻ്റെ മുഖത്തേക്ക് പിടിച്ചു നോക്കി. അവൾ കണ്ടത് ഏറെ സങ്കടകരമായ അവസ്ഥയായിരുന്നു. കാരണം ഭീമസേനൻ തൻ്റെ മുഖത്തേക്ക് പിടിച്ചു നോക്കിയപ്പോൾ വാൽക്കണ്ണാടിയിൽ ഹിഡംബിയുടെ മുഖമല്ല കണ്ടത്, അവിടെ ദ്രൗപദിയുടെ മുഖമായിരുന്നു. കാരണം ഭീമസേനനെ ഏറെ ഇഷ്ടം ഹിഡംബി എന്ന രാക്ഷസിയേക്കാൾ പാഞ്ചാലി എന്ന ദ്രൗപദിയോടായിരുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം വന്ന് അവൾ കാട്ടിലേക്ക് ഓടിപ്പോയി. ഭീമസേനന് സന്തോഷമായി. ഛായാമുഖി എന്ന വാൽക്കണ്ണാടി സത്യം തന്നെയാണ്, പ്രണയമാനസം തുറന്നു കാട്ടുന്ന ശരിയായ കണ്ണാടി തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി. അദ്ദേഹം ആ കൊണ്ടുവന്ന പൊതി അവണ്ണം തന്നെ പൊതിഞ്ഞു കെട്ടി തൻ്റെ പ്രിയപ്പെട്ട ദ്രൗപദിക്ക് ഒരു പ്രണയ സമ്മാനം എന്ന വണ്ണം ഇത് കൊണ്ടു നൽകുകയാണ്. അവളോട് പറയുന്നു, ഇത് എൻ്റെ പ്രണയ സമ്മാനമാണ്. ഛായാമുഖി എന്നത് പ്രണയമാനസം തുറന്നു കാട്ടുന്ന വാൽക്കണ്ണാടിയാണെന്ന്. ദ്രൗപദിയും അവണ്ണം അത് തുറന്നു നോക്കുകയാണ്. ഭീമസേനനും മാറി നിന്ന് ദ്രൗപദി അതിൽ ആരെയാണ് കാണുന്നതെന്ന് കാണുവാനുള്ള ആകാംക്ഷ കൊണ്ട് ഒളിഞ്ഞു നിന്ന് അയാൾ നോക്കുക. ദ്രൗപദി വാൽക്കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഭീമസേനൻ്റെ മുഖമായിരുന്നില്ല, അർജുനൻ എന്ന പഞ്ചപാണ്ഡവരിൽ ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ മുഖമായിരുന്നു. കാരണം പാഞ്ചാലിക്ക് 5 പേരിൽ കൂടുതൽ ഇഷ്ടം അർജുനനെയായിരുന്നു. ഭീമസേനന് വല്ലാത്ത സങ്കടമായി. ഇനി തന്നെയും പിന്നെയും ആ രാക്ഷസി പെണ്ണേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് അയാൾ കാട്ടിലേക്ക് ആ പെണ്ണിൻ്റെ പിറകെ ഓടിപ്പോയി. ദ്രൗപദിക്ക് വലിയ സന്തോഷമായി. കാരണം വാൽക്കണ്ണാടി വളരെ ശരി തന്നെയാണ്. കാരണം തൻ്റെ പ്രണയമാനസം വളരെ ഭംഗിയായി തന്നെ ഈ വാൽക്കണ്ണാടി തുറന്നു കാട്ടിയിട്ടുണ്ട്. അവളത് വലിയ ഭംഗിയായി പൊതിഞ്ഞ് തൻ്റെ പ്രണയമാനസം പ്രണയപുരുഷനായ അർജുനന് സ്നേഹപൂർവ്വം ഇത് സമ്മാനമായി നൽകുകയാണ്. എന്നിട്ട് അവളും മറഞ്ഞു നിന്ന് ആരെയാണ് അർജുനൻ നോക്കുമ്പോൾ ഇതിൽ കാണുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിമാനായ അർജുനൻ തത്സമയം അത് തുറന്നു നോക്കാതെ, നീ നൽകിയ പ്രണയോപഹാരമല്ലേ, അത് തക്ക സമയത്ത് ഞാൻ തുറന്നു നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വം അവളെ ഒഴിവാക്കിയാണ്. വിരാട രാജാവായ കീചകൻ്റെ രാജസന്നിധിയിൽ വേഷപ്രച്ഛന്നരായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അർജുനൻ ബൃഹന്നള എന്ന നപുംസക ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വിരാട രാജാവായ കീചകന് ബൃഹന്നള എന്ന ഈ അർജുനൻ്റെ തൽരൂപത്തോട് ഒരു വല്ലാത്ത പ്രണയമുണ്ട്. ആ പ്രണയത്തെ തച്ചുടയ്ക്കുവാൻ തക്കവണ്ണം അർജുനൻ ഈ രാജാവിന് ഈ വാൽക്കണ്ണാടി ആ നിമിഷം പ്രണയ സമ്മാനമായി നൽകുന്നുണ്ട്. കീചകൻ അർജുനൻ എന്ന ബൃഹന്നള സ്നേഹപൂർവ്വം നൽകിയ ഈ പ്രണയ സമ്മാനം തൻ്റെ മുഖത്തേക്ക് പിടിച്ചു നോക്കുകയാണ്. കീചകൻ്റെ മനസ്സ് നിറയെ ബൃഹന്നളയായിരുന്നു. പക്ഷേ കീചകൻ തൻ്റെ മുഖത്തേക്ക് ഈ വാൽക്കണ്ണാടി പിടിച്ചു നോക്കിയപ്പോൾ ആ കണ്ണാടിയിൽ ആരെയും കാണുവാൻ സാധിച്ചില്ല. അതിനർത്ഥം അയാൾക്ക് ആരോടും പ്രണയം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആത്മാർത്ഥമായ സ്നേഹം ആ മനുഷ്യന് ആരോടും ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ പൊരുൾ. വല്ലാത്ത ദേഷ്യം വന്നു ആ മനുഷ്യന്. രാജാവാണ്, തനിക്ക് ആരോടും പ്രണയം കാട്ടുവാൻ ഈ വാൽക്കണ്ണാടിക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അയാൾ ആ കണ്ണാടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഒരുപക്ഷെ ബുധനൂർ ദേശത്ത് ഈ കഥ കേട്ടു തുടങ്ങിയ കുറച്ച് പേരെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ചെറിയ ചില്ല് കഷ്ണമെങ്കിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ പ്രയോജനപ്പെടുത്താമെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു പോയി. അതുകൊണ്ട് ഇതെവിടെയാണെന്ന് കൃത്യമായി പറയുവാൻ എനിക്കും സാധ്യമല്ല. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് പ്രണയമാനസം നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ തലമുറയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ആരോടാണ് പ്രണയമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അപ്പനോടാണ്, അമ്മയോടാണ്, സഹോദരനാണ്. പക്ഷേ ഒരു വലിയ ശാസ്ത്ര തത്വമുണ്ട്. നമുക്ക് ഏറെ ഇഷ്ടം ആരോടെന്ന് അറിയാമോ? നമുക്ക് നമ്മോട് തന്നെയാണ് ഏറെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലെ ഛായാമുഖിയിൽ ഇപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് കാണുന്നത്? നിങ്ങളെ തന്നെ. കാരണം
നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ ഛായാമുഖിയിൽ നമുക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ രൂപം തന്നെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് പൊട്ടിട്ട് പൗഡറിട്ട് നല്ല സെൻറ്റൊക്കെ പൂശി നല്ല വസ്ത്രങ്ങളിട്ട് നാം നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ശരീരത്തെ തന്നെ ഭംഗിയായി മോടിയായി കൊണ്ടുപോകുന്നത്. നമുക്കേറെ ഇഷ്ടം നമ്മുടെ ശരീരത്തോട് തന്നെയാണ്. അപ്പൻ്റെ കൈയെന്ന് പറഞ്ഞാട്ടെ അയ്യോ എന്ന് വിളിക്കും, അമ്മയുടെ കൈയെന്ന് പറഞ്ഞാട്ടെ അയ്യോ എന്ന് വിളിക്കും, നിങ്ങളുടെ കൈയെന്ന് പറഞ്ഞാട്ടെ ആ അയ്യോ വിളിക്ക് ഒരല്പം നീട്ടുണ്ടാവും. നമുക്ക് നമ്മോട് തന്നെയാണ് ഏറെ ഇഷ്ടം. ഇന്ന് സ്വന്തം ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും മമതയും താല്പര്യവും നഷ്ടപ്പെട്ടു പോയ ഒരു പുത്തൻ തലമുറയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ആ തലമുറയോടാണ് ഞാൻ കത്തുന്ന മരത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് കത്തുന്ന മരമെന്ന ദൃഷ്ടാന്തത്തെ നാം ആദ്യമായി കാണുന്നത്. 3-ാം അധ്യായം ഇതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോറേബ് എന്ന പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുൾപ്പടർപ്പ് കാണുന്നത്. ആ മുൾപ്പടർപ്പിൻ്റെ വൃത്താന്തം എന്താണെന്ന് മനസ്സിലാക്കുവാൻ മോശ മുൾപ്പടർപ്പിൻ്റെ അടുക്കിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ആ മുൾപ്പടർപ്പിൽ നിന്ന് ഒരു ശബ്ദം പ്രതിധ്വനിക്കുന്നു: നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിലക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിൽ ഈ കത്തുന്ന മരത്തിൻ്റെ പ്രബോധനമാണ് നമ്മുടെ ഹൃദയത്തിൽ ബലപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വെന്തുരുകുന്ന ജീവിതയാത്രകളിൽ ഈ കത്തുന്ന മരം നമുക്ക് നൽകുന്ന ബോധ്യം ഹൃദയത്തിൻ്റെ അകക്കാമ്പുകളിൽ കത്തിജ്വലിപ്പിക്കുവാൻ ഈ സായാഹ്നത്തിൽ സർവശക്തനായ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോശ എന്ന മനുഷ്യനാണ് ഈ കത്തുന്ന മരത്തെ കണ്ടത്. ബേണിംഗ് ബുഷ് എന്ന് വിളിക്കപ്പെടുന്ന മുൾപ്പടർപ്പിനെ കണ്ടത് ഈ മോശ എന്ന പ്രവാചക ബുദ്ധിനായ മനുഷ്യനാണ്. മോശയുടെ ജീവിതത്തെ 3ആയി തരംതിരിക്കാമെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വൃത്താന്തിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 37-ാം അധ്യായം 23 മുതൽ 36 വരെയുള്ള വായനകളിൽ മോശയുടെ 120 വയസ്സുള്ള മോശയുടെ ജീവിതത്തെ 3 ഘട്ടങ്ങളിലായി വേർതിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട് മോശയുടെ ജീവിതത്തിൻ്റെ ആദ്യ 40 വസന്തങ്ങളെക്കുറിച്ച്. 40 വർഷം മോശ കൊട്ടാരത്തിലായിരുന്നു. രാജ പരിചരണങ്ങൾക്കകത്ത് ഒരു രാജകുമാരൻ്റെ സുഖസൗകര്യങ്ങൾക്കൊത്തവണ്ണം ആർഭാടപൂർവ്വം ജീവിക്കുന്ന മോശയുടെ ചിത്രമാണ് ആദ്യ 40 വർഷം നാം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു മോശയുടെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടത്തെക്കുറിച്ച്. 41 മുതൽ 80 വയസ്സ് വരെയുള്ള മോശ ജീവിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ടായിരുന്നു. സാധാരണ ഒരു ആട്ടിടയനെ പോലെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ജീവിതത്തിൽ മണ്ണോട് പറ്റിച്ചേർന്ന് ദൈവകൃപയെ രുചിച്ചറിയുന്ന മനുഷ്യനായിട്ടാണ് മോശ വേദപുസ്തകത്തിൻ്റെ ജീവിതം 2ാം ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു നൽകുന്നത്. മോശയുടെ ജീവിതത്തിൻ്റെ 3ആം ഘട്ടം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 36-ാം വാക്യത്തിൽ പ്രതിഫലിക്കുന്നു. മോശ ജീവിക്കുന്നത് അടിമകളുടെ നേതാവായിട്ടാണ്. 81 മുതൽ 120 വരെയുള്ള വൃദ്ധനായ മനുഷ്യനായി ജീവിക്കുന്ന മോശ അടിമകളുടെ നേതാവായി, വിമോചന നായകനായി, കനാൻ എന്ന പാലും തേനൊഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ഒരു വലിയ ജനതയെ കൊണ്ടുപോകുന്ന മനുഷ്യനായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പകർന്നു നൽകുന്നത്. ഇതിൽ 2ാമത്തെ കാലഘട്ടം, അതായത് 41 മുതൽ 80 വരെയുള്ള സാധാരണ മനുഷ്യനായി ജീവിച്ച മോശയുടെ ജീവിത കാലഘട്ടത്തിലാണ് മോശ ഈ മുൾപ്പടർപ്പിൻ്റെ ദൃഷ്ടാന്തത്തെ കാണുന്നത്. യഹൂദന്മാർക്കിടയിൽ അത്തരത്തിലൊരു കഥ തന്നെയുണ്ട്. കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് ഹൊറേബ് പർവ്വതത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് മോശ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ഒരാട് വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകുന്നത് മോശ കാണുന്നു. ബാക്കിയുള്ള എല്ലാ ആടുകളെയും ഒരു പക്ഷം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ കൂട്ടം തെറ്റിപ്പോയ ആടിനെ എടുക്കുവാൻ വേണ്ടി മോശ ഈ ഹൊറേബ് പർവ്വതത്തിൻ്റെ കുറുകെ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിച്ചെല്ലുന്ന മോശ കാണുന്നത് പർവ്വതത്തിൻ്റെ മറ്റൊരടിവാരത്ത് ദാഹാർത്തി പൂണ്ട് വെള്ളം കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. മോശയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. കാരണം ഒപ്പമുള്ള എല്ലാ ആടുകളിലെയും പരിചരണബോധം ഒരുപോലെ ഏറ്റെടുക്കുവാനുള്ള ബാധ്യതയുള്ളവനാണ് ഇടയൻ. എന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തെ താൻ വിസ്മരിച്ചു. ദാഹാർത്തിയായിരുന്ന ഒരു മൃഗത്തിന് വെള്ളം കൊടുക്കുവാന്ന ധാർമ്മിക ഉത്തരവാദിത്വത്തെ താൻ വിസ്മരിച്ചു എന്നത് വല്ലാത്ത കുറ്റബോധം മോശയ്ക്കുണ്ടായി. മോശ അവണ്ണം ആ ആടിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൊറേബ് പർവ്വതത്തിൻ്റെ അടിവാരങ്ങളിലേക്ക് നടന്നു വരുമ്പോഴാണ് മോശ കത്തുന്ന മുൾപ്പടർപ്പിനെ കാണുന്നത്, കത്തുന്ന മരത്തെ മോശ കാണുന്നത്. ഞാൻ കുറേ നേരമായി കത്തുന്ന മരമെന്നും മുൾപ്പടർപ്പെന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ആശയപരമായി ചിന്തിക്കുമ്പോൾ ഇത് രണ്ട് വാക്കുകളാണ്. ബേണിംഗ് ബുഷ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്.
പക്ഷേ മലയാളത്തിൽ അതിന് വിളിക്കുന്ന പേര് കത്തുന്ന മരം എന്നതാണ്. മരമെന്ന പ്രയോഗം അവിടെ ഒരു കാവ്യ ഭംഗിയാണ് പ്രിയപ്പെട്ടവരെ. ബുഷ് എന്നത് നമുക്കറിയാം ചെറിയ കുറ്റിച്ചെടിയാണ്, അത്രമേൽ പൊക്കമില്ലാതെ വളരുന്ന ഒന്നാണ്. എന്നാൽ മരം എന്ന് പറയുമ്പോൾ അല്പവും കൂടെ കായികപരമായിട്ട് ആകാരപരമായി അല്പവും കൂടെ ഉയർന്ന ഒന്നാണ് മരം എന്നത്. എന്താണ് ഈ മരവും മുൾപ്പടർപ്പും ഇത് തമ്മിൽ? ഇതൊരു കാവ്യ ഭംഗിയാണ്. നാം ആരാധനയുടെ പാരമ്പര്യയിൽ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ നമ്മൾ പാടുന്നുണ്ട്, മുൾമരമേരിയാതിരുതീതൻ നടുവിൽ കണ്ടതു. നമ്മൾ പാടുന്നതാണ് മുൾ മരം എരുതീതൻ നടുവിൽ. ദിവസത്തിൽ മുൾപ്പടർപ്പ് എന്ന് പറയുമ്പോഴും ഇതൊരു മനോഹരമായ കാവ്യ ഭംഗിയായി ഞാൻ ഈ മരം എന്ന പ്രയോഗത്തെ കൂട്ടിക്കുറിക്കുകയാണ്. ശരിക്കും കത്തുന്ന മരത്തെ തന്നെയാണ് ഹൃദയം കൊണ്ട് മോശ ഇവിടെ കാണുന്നത്. ഒരു വലിയ കാവ്യഭംഗി തന്നെയാണ് ഈ കത്തുന്ന മരം എന്നത്. ഉള്ളൂര് തൻ്റെ പ്രണയകാവ്യത്തിൽ മനോഹരമായ പ്രണയവസന്തത്തെ കുറിക്കുവാൻ ഉള്ളൂർ ഉപയോഗിക്കുന്ന വാക്കാണ് കത്തുന്ന മരം എന്നത്. ഉള്ളൂർ പാടുന്നുണ്ട്, ഉദാത്തവും ദൃഢവുമായ പ്രണയം മഴയത്തു നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണ്. ഉദാത്തമായ പ്രണയം മഴയത്തു നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണ്. നമുക്കറിയാം മഴയത്ത് വൃക്ഷങ്ങളിൽ നിന്ന് കത്തുന്നത് അസ്വാഭാവികമാണ്. അപ്പോൾ മഴയത്തും വൃക്ഷം കത്തുന്നുണ്ട് എങ്കിൽ ആ പ്രണയാഗ്നി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കെട്ടുപോകുന്നതല്ല എന്നതാണ് അതിൻ്റെ പൊരുൾ. ഉള്ളൂർ പറയുന്നു ഉദാത്തമായ പ്രണയം അതാണ്. എന്ത് പ്രയാസം ഉണ്ടാകട്ടെ, ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിടുകയില്ല. ഹൃദയം കൊണ്ട് ഞങ്ങൾ പരസ്പരം പങ്കുവെക്കപ്പെടുകയാണ്. ഉദാത്തമായ പ്രണയം അതാണ്. മഴയത്തു നിന്ന് കത്തുന്ന വൃക്ഷം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, മോശ കാണുന്നത് ഈ മുൾപ്പടർപ്പിയാണ്, കത്തുന്ന മരത്തെയാണ്. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ കുറിക്കുവാൻ ഒത്തിരി മെറ്റഫറുണ്ട്. കാറ്റായി തീയായി നിൽക്കുന്ന ക്രിസ്തുവിനെ ദൈവത്തെ കുറിക്കുവാൻ ഒത്തിരി മെറ്റഫറുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠപരമായ ഒരു മെറ്റഫറാണ് ദൈവത്തെക്കുറിച്ച് കുറിക്കുന്നത് കത്തുന്ന മരമെന്നത്. ആരാണ് ദൈവം? ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഈ മുൾപ്പടർപ്പ് നൽകുന്ന മനോഹരമായ മറുപടിയുണ്ട്. കത്തുന്നുണ്ട്. മോശ മുമ്പോട്ട് നോക്കുമ്പോൾ മരം കത്തുന്നുണ്ട്, തീ ആളുന്നുണ്ട്, പക്ഷേ അതിലെ ഒരു ഇല പോലും കരിഞ്ഞു താഴെ വീഴുന്നില്ല. അപ്പം ദൈവം ആരാണ്? ആരാണ് നിൻ്റെ ദൈവം എന്ന് ചോദിച്ചാൽ തീർച്ചയായും മുൾപ്പടർപ്പിൻ്റെ ദൃഷ്ടാന്തത്തെ ഹൃദയത്തിൽ പേറി നമുക്ക് പറയാം. കത്തിക്കാതെ കരിയിക്കാതെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിയുടെ പേരാണ് ദൈവം. ആരാണ് ദൈവം? കത്തിക്കാതെ കരിയിക്കാതെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന അഗ്നിയുടെ പേരാണ് ദൈവം. ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലതകളുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ആത്മഹത്യയുടെ വക്കോളം പിന്നിട്ട ചില രാത്രികളുണ്ട്. പക്ഷേ ആ രാത്രികളിൽ നിന്നും പ്രതീക്ഷയുടെ പുതിയ പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുത്തിയവൻ, സങ്കടങ്ങളുടെ കടലിൽ നിന്ന് പ്രതീക്ഷയുടെ തീരത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയവൻ, അവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിൽ കത്തിക്കാതെ കരിയിക്കാതെ നമ്മെ ഹൃദയത്തിൽ പൊതിഞ്ഞു നിർത്തുന്ന ആ അഗ്നിയാണ് ദൈവം. മോശ കണ്ട മുൾപ്പടർപ്പാണ് ആ അഗ്നി. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവം മോശയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട ഈ മുൾപ്പടർപ്പ്, ഈ കത്തുന്ന മരം, അനുഗ്രഹപൂർണമായ ഈ ഇടവകയുടെ പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം, അത് രണ്ട് ചെറിയ ചിന്തകളിലൂടെ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തുന്ന മരം ഈ കാലഘട്ടത്തിൽ ബുധനൂർ ദേശത്തിന്, ഇവിടുത്തെ ഇടവക മക്കൾക്ക് നൽകുന്ന ആത്മീക ബോധ്യം എന്താണ് എന്നതാണ് ഞാൻ പറഞ്ഞു നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, കത്തുന്ന മരം ഈ കാലത്തോട് വിമലീകൃതമാകുന്ന ഒരു ജീവിതയാത്രകളിൽ നിൽക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിമലീകൃത സ്വഭാവത്തെ ആർജിക്കുക എന്നത്. കത്തുന്ന മരം ഈ കാലത്തോട്, ഈ തലമുറയോട് പറഞ്ഞു നൽകുവാൻ ആഗ്രഹിക്കുക ഒന്നാമത്തെ സന്ദേശം ഇതാണ്, നിങ്ങൾ വിമലീകരണ സ്വഭാവത്തെ ആർജിക്കുക എന്നത്. മലയാളത്തിലെ മനോഹരമായ ഒരു പദമാണ് ഈ വിമലീകൃതം എന്നത്. നിങ്ങളെല്ലാവരും മലിനീകൃതം എന്ന പദം കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം മനസ്സും ശരീരവും ജീവിതയാത്രകളൊക്കെ ദുഷ്കരവും മലിനീകൃതമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നന്നായി സംസാരിക്കാൻ നമുക്ക് പേടിയാണ്. കാരണം ഇന്ന് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുന്ന വാക്കുകൾക്ക് പല നാടുകളിലും പല അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ തുറന്ന് സംസാരിക്കുവാൻ ഇന്ന് മലയാളി ഭയപ്പെടുന്നുണ്ട്. തുറന്ന് ഇടപഴകുവാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ചിലരുടെ ചിരി, എപ്പോഴും ചിരിക്കുന്ന മനുഷ്യരാണ്, പക്ഷേ ചില ചിരികൾ അസ്ഥാനത്താവുന്നുണ്ട്. അതുകൊണ്ട് ചിരിക്കുവാൻ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ നമ്മുടെ വികാരങ്ങളെ ഒതുക്കി ജീവിക്കുവാൻ
പഠിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അതിനൊരു പരിധി വരെ നമ്മുടെ മുഖത്തെ മാസ്കുകൾ ഈ കാലഘട്ടത്തിൽ സഹായിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ചിരിക്കുകയാണോ, നിർത്താൻ പറയുവാണോ, അതോ തുടങ്ങാൻ പറയുവാണോ, എന്താണ് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് നിരൂപിക്കാൻ സാധിക്കുകയില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ശരിയായ ഭാഗത്തെ പോലും മറയ്ക്കുവാൻ ഈ മുഖംമൂടിക്ക് ഇപ്പോൾ സാധിച്ചെങ്കിൽ ഇത് 2 വർഷമോ 2.5 വർഷമോ ആവുന്നേ ഉള്ളൂ നാം ധരിക്കാൻ തുടങ്ങിയിട്ട്. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആത്മാവിൻ്റെ മലിനീകൃതത്തെ മറയ്ക്കുവാൻ നാം എന്തൊക്കെ മുഖംമൂടികളാണ് വെച്ച് തുടങ്ങിയിട്ടുള്ളത്. പള്ളിയിൽ ഇറങ്ങുമ്പോൾ ഒന്ന്, ചന്തയിലൊന്ന്, വീട്ടിലൊന്ന്, സ്കൂളിലൊന്ന്, ഇതെല്ലാം കൃത്യമായ സമയം അണിയുവാൻ തക്കവണ്ണം നാം നമ്മുടെ കൂടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതം മലിനീകൃതം തന്നെയാണ്. വാക്കും ചിന്തകളും കർമ്മവുമൊക്കെ ജീവിതത്തിൽ മലിനീകൃതമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് അതിൻ്റെ നേർവിപരീതമായ വിമലീകൃതം എന്ന പദത്തിനും അതിൻ്റെ അർത്ഥത്തിനും ഏറെ പ്രസക്തിയേകുന്നത്. വിമലീകൃതം എന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ നാം നേടിയെടുക്കേണ്ട ഒരാത്മീക ബോധ്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ കർമ്മവതികളൊക്കെയും ഒരു വിമലീകൃത സംസ്കൃതിയിലേക്ക് കടന്നു വരേണ്ട കാലം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ ആത്മാവ് അത്തരത്തിൽ ദൂഷ്യമായിക്കൊണ്ടിരിക്കുന്നു. മോശയും ദൈവം മുമ്പാകെ ആദ്യം പറയുന്നത് ഈ ഒരു മറുതലിപ്പിൻ്റെ, ഒരു മലിനീകൃതത്തിൻ്റെ പ്രകൃതത്തെയാണ്. ദൈവം തമ്പുരാൻ മോശയോട് ഒരു വലിയ ദൗത്യം ഏൽക്കുമ്പോൾ മോശ പറയുന്നത്, ഇതെനിക്ക് പറ്റുമോ, ഇതെനിക്ക് സാധിക്കുകയില്ല, അങ്ങ് ചിന്തിക്കുന്ന പോലെയുള്ള ഒരു വലിയ ശക്തിയുള്ള മനുഷ്യനൊന്നുമല്ല ഞാൻ. ഒന്നാമത് ഞാൻ വിക്കനാണ്, രണ്ടാമത് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, ഈ ആടുകളെ മേയിച്ച് കിടക്കുന്ന ഞാൻ എത്രയോളം രക്ഷമുള്ള മനുഷ്യന്മാരെ ഒരു വിമോചന നായകനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ് ദൈവമേ. എന്നാൽ മോശ എത്രത്തോളം ദൈവം മുമ്പാകെ തൻ്റെ മലിനീകൃതമായ ജീവിത ശൈലിയെക്കുറിച്ച് പറയുന്നു, അവണ്ണം ദൈവം മോശ എന്ന മനുഷ്യനെ വിമലീകൃതമാക്കുവാൻ തക്കവണ്ണം അവൻ്റെ ഓരോ കുറവുകളെയും സ്നേഹപൂർവ്വം ഏറ്റെടുക്കുക. വിക്കനെ ഉണ്ടാക്കിയത് ആരാടാ? മോശേ, ഞാനാ. നായകനെയും നടത്തിപ്പുകാരനെയും ദാസനെയും ഉണ്ടാക്കിയത് ആരാ? ഞാനാ. ഞാൻ നയിക്കും, കൂടെ ഞാനുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഈ കാലഘട്ടത്തിലെ മക്കളുടെ ഹൃദയത്തിൽ ഏർക്കേണ്ട വലിയ ബോധ്യം ഇതാണ്. ആരാണ് ഇവയൊക്കെ ഉണ്ടാക്കിയത്? സന്തോഷം തന്നതാരാ? ദൈവമാണ്. സങ്കടം തന്നതാരാ? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച മനോഹരമായ ഒരു ഹൈക്കു പുസ്തകത്തിൽ ഗുരു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഗോവേണി അറിയാമോ? കോവേണി അറിയാം. എന്തിനാണ് കോവേണി? അപ്പോൾ ശിഷ്യന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഗോവേണി എന്തിനാ ഗോവേണി ഉപയോഗിക്കുന്നത്? ഏണി ഉപയോഗിക്കുന്നത് എന്തിനാ? കയറുന്നതിന് അല്ലേ? എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈ ഉത്തരം പറഞ്ഞു. ഏണി ഉപയോഗിക്കുന്നത് എന്തിനാ? കയറുന്നതിന് അല്ല, ഏണി ഇറങ്ങുവാനും കൂടെയാണ്. നമ്മുടെ ചിന്തകളുടെ പ്രയാസമാണ്. ഏണി കയറുവാൻ മാത്രമല്ല, പിന്നെയോ ഇറങ്ങുവാനാ. നമ്മുടെയൊക്കെ മനസ്സ് ഈ കയറ്റത്തെക്കുറിച്ച് മാത്രമാണ്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമെന്നോ ജീവിതയാത്രയിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ മഠയത്തരമായി ചിന്തിക്കരുത്. പ്രതിസന്ധി ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാകും, വേദന ഉണ്ടാവും. കാരണം അതിനപ്പുറം ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് സന്തോഷമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. 10 പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്തവനെ ഒരു ചോദിക്കണം 100 രൂപയുടെ നാണയ മൂല്യത്തെക്കുറിച്ച്. എന്നാൽ എല്ലാ ദിവസവും ഓൺലൈനിലൂടെ ആമസോണിലൂടെയും മറ്റുമൊക്കെയും മറ്റു പലവിധ സാധനങ്ങൾ, ഉപഭോഗ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും ഓർഡർ ചെയ്തെടുക്കുന്ന പുത്തൻ തലമുറയോട് 100 രൂപ വലിയ കാര്യമൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇറങ്ങുവാനുള്ളതാണ് നമ്മുടെ ജീവിത ചില യാത്രകളെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. മോശ ഇതായിരുന്നു, മറുതലിക്കുകയായിരുന്നു. ഓരോ നിമിഷവും മോശ ദൈവം മുമ്പാകെ മറുതലിച്ചപ്പോൾ ദൈവം തമ്പുരാൻ മോശയെ എല്ലാ സങ്കടങ്ങളും ഹൃദയത്തിൽ പേറുവാൻ തക്കവണ്ണം അവൻ്റെ ആത്മാവിനെ പരുവപ്പെടുത്തിയായിരുന്നു. നീ ഓരോ നിമിഷവും എന്നോട് മറുതലിക്കുക, ഇന്നിപ്പോൾ ഞാൻ മാത്രം കേട്ടാൽ മതി. എന്നാൽ നാളെ മുതൽ നീ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രയാസങ്ങളെയാണ് ആര് കേൾക്കേണ്ടത്? നീ കേൾക്കേണ്ടത്. ഓർത്തു നോക്കിയേ, ആ യാത്രയുടെ അവർ നേരിട്ട പ്രയാസങ്ങൾ മുഴുവൻ മോശയോട് പറയുന്നു, നീ എന്നതിനെ ഞങ്ങളെ കൊണ്ടുവന്നേ? ഞങ്ങൾ ആ അടിമ വീട്ടിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചോല്ലോ, ഇവിടെ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, എന്തോ ഒരു വെയിൽ, കിടക്കാൻ ഇടമില്ല. ഓരോ നിമിഷവും മക്കള് പിറുപിറുക്കുവാൻ തുടങ്ങി. ഈ പിറുപിറുപ്പിൻ്റെ മുമ്പാകെ മോശ ഒരിക്കൽ പോലും അവരോട് ദേഷ്യപ്പെട്ടില്ല. പിന്നെയോ സമരസോടത്തോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ ആ സിറ്റുവേഷനെ മറികടക്കുവാൻ മോശ അവിടെ ഹൃദയത്തെ ഒരുക്കുകയായിരുന്നു. എവിടുന്ന് കിട്ടി ശക്തി? ദൈവം പരുവപ്പെടുത്തി. വിളിച്ച വിളിയിൽ തന്നെ ഇതൊക്കെ നേരിടുവാനുള്ള ആത്മീക പക്വത
മോശയ്ക്ക് ദൈവം ഹൃദയത്തിൽ പ്രദാനം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വിമലീകൃത സ്വഭാവം ആർജിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ കത്തുന്ന മരം നമുക്ക് നൽകുന്ന പ്രബോധനമാണ്. മോശ ദൈവം മുമ്പാകെ പറഞ്ഞു, ദൈവമേ, ഇതൊക്കെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന്, ഇതെല്ലാം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ അടിവാരത്ത് പോയി ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ആരാണെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? നിന്നോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി നൽകണം? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആരാണ് നിനക്കിത് പറഞ്ഞു നൽകുമെന്ന് ചോദിച്ചാൽ നീ ഇപ്രകാരം പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആരാണ് ഞാൻ? മോശേ, ഇന്നലകളിൽ നിനക്കാരായിരുന്നു ഞാൻ? അതാണ് ഞാൻ. ഇന്ന് ഈ പ്രതിസന്ധിയുടെ അടിവാരങ്ങളിൽ നിനക്കാരാണ് ഞാൻ? അതാണ് ഞാൻ. പ്രതീക്ഷപൂർണമായ പുതിയ ദിവസങ്ങളിൽ നിനക്ക് ഞാൻ ആരാകുമെന്ന് നീ നിശ്ചയിക്കുന്നു, അതാണ് ഞാൻ. ഞാനാകുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ഇത്രമേൽ മനോഹരമായി ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആരാണെന്ന വ്യക്തിത്വത്തെക്കുറിച്ച് ദൈവം മനോഹരമായി നൽകുന്ന മറുപടി വേറെയില്ല. ഞാനാകുന്നു. പുതിയ നിയമത്തിലും ഇവണ്ണം ഒരു മറുപടി നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പദം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഞാനാകുന്നു എന്ന പദം പുത്രൻ തമ്പുരാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സന്ദർഭം ഇപ്രകാരമാണ്. കെദ്രോൻ തോടിനരികെ ഒലിവുമരത്തോട്ടത്തിൽ ക്രിസ്തു കണ്ണുനീരോടെ തൻ്റെ അവസാന പ്രാർത്ഥന കഴിക്കുകയാണ്. ചുറ്റും മരം കോച്ചുന്ന തണുപ്പ്, ഹൃദയവും ശരീരവും ഒരുപോലെ പിടയുകയാണ്. ഇനിയുള്ള നിമിഷങ്ങളിൽ, ജീവിതത്തിലെ ഏറ്റവും കഠിനമേറിയ നിമിഷങ്ങൾക്കാണ് തൻ്റെ ശരീരവും ആത്മാവും സാക്ഷിയാകുന്നത്. കണ്ണുനീരോടെ അപ്പനോട് പ്രാർത്ഥിക്കുക, അപ്പാ ഇത് വേണോ? ഈ സമയത്ത് ഇത് വേണോ? അപ്പം നൽകിയ മറുപടി, മകനെ, മറ്റാരെയും എനിക്ക് പകരം വെക്കാനില്ല. അത്രമേൽ സ്നേഹം എനിക്ക് ഈ ലോകത്തോടുണ്ട്. ശരി, നിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ ആ വണ്ണം നടക്കട്ടെ. അതെ, അപ്പനും മകനും തമ്മിൽ ദീനാനുകമ്പപരമായി കണ്ണുനീരോടെ അവരുടെ ആത്മാവിനെ പരസ്പരം പങ്കുവെക്കുന്ന ഹൃദയസ്പർശിയായ നിമിഷമാണ്. മനോഹരമായ ഒരു കൊച്ചു കഥയിൽ ഇപ്രകാരം വാക്യം വായിക്കുകയുണ്ടായി. ദൈവം തിരികെ മുകളിലേക്ക് ചെന്നപ്പോൾ കൈ നിറയെ മുറിവുകളുണ്ട്. മാലാഖമാർ ക്രിസ്തുവിനോട് ചോദിച്ചു, ഇനി മുറിവിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ഉണ്ട്. കാരണം ഈ മുറിവുകൾ എൻ്റെ പിതാവ് കാണുമ്പോൾ മനുഷ്യരെക്കുറിച്ച്, ഞാൻ മനുഷ്യർക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനത്തെക്കുറിച്ച് എൻ്റെ പിതാവിനൊരു ബോധ്യമുണ്ടാവും. അവനൊരിക്കലും ഇനി ഭൂമിയെ നാശോന്മുഖമായി വിട്ടുകൊടുക്കുകയില്ല എന്ന് ഹൃദയം കൊണ്ട് ഞാൻ പറയുന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്രമേൽ കണ്ണീരണിയപ്പെടുന്ന ഒരു നിമിഷമാണ് ഗത്സമനയിൽ ആ സമയം ഉണ്ടായത്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഗത്സമനയിൽ അവൻ്റെ പ്രാർത്ഥനയിലേക്ക് കുറേ അധികം ആളുകൾ നടന്നു വരികയാണ്. അവനെ പിടിക്കുവാൻ പടയാളികൾക്ക് കൂട്ടുനിന്ന യൂദാ എന്ന ഒറ്റുകാരനായ ശിഷ്യനും ആ കൂട്ടത്തിൽ കടന്നു വരികയാണ്. 5-ാം അധ്യായം 5-ാം വാക്യം 18-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു. അവിടെ കൂടി വന്നവരെ കണ്ടിട്ട് ക്രിസ്തു എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചു വന്നത്? നിങ്ങളെ ആരെയാണ് തിരയുന്നത്? ഈ രാത്രിയിൽ ഈ തോട്ടത്തിൻ്റെ മധ്യത്തിലേക്ക് പന്തവും വാളും പരിചയമായി നിങ്ങൾ ആരെ തിരഞ്ഞാണ് വന്നത്? അതിലൊരുവൻ മറുപടി നൽകുന്നു, ഞങ്ങൾ നസ്രാത്താനായ യേശുവിനെ തിരക്കിയാണ് വന്നത്. ഞങ്ങൾ നസ്രയത്തുകാരനായ യേശുവിനെ തിരക്കിയാണ് വന്നതെന്ന്. ക്രിസ്തു നൽകുന്ന മറുപടി ഇതാണ്, അത് ഞാനാകുന്നു. ക്രിസ്തു നൽകിയ മറുപടി ഇതാണ്, അത് ഞാനാകുന്നു. അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാനാകുന്നുവെന്ന് അവൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് ഭടന്മാർ ബോധരഹിതരായി താഴെ വീണുവെന്ന്. ഞാനാകുന്നുവെന്ന് അവൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് ഭടന്മാർ ബോധരഹിതരായി താഴെ വീണു. എന്തോ ഒരു ചങ്കൂറ്റമാണ്. പിടിക്കുവാൻ വാളും പരിചയമായി വന്നു. കള്ളം പറയാമായിരുന്നു, നിങ്ങൾ അന്വേഷിച്ച് വന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇപ്പം ഇറങ്ങിപ്പോയെന്ന്. നമ്മൾക്കൊക്കെ കള്ളം പറയാമോ എന്നേ ക്രിസ്തുവിന് പറയാമായിരുന്നു. പക്ഷെ അവനറിയാം, ഇത് ഏറ്റെടുക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. താൻ അപ്പന് നൽകിയ വാഗ്ദാനമാണ്. അത് ഏറ്റെടുത്തേ മതിയാവും. അതെ, നിങ്ങൾ ആരെയാണോ അന്വേഷിച്ചു വന്നത്, അത് ഞാനാകുന്നു. ധീരോദ്ധമായ മറുപടി കേട്ട് ഭടന്മാർ ബോധരഹിതരായി താഴെ വീണുവെന്ന് 18-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ കുറിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ രാത്രി
പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ആ രാത്രി തമ്പുരാൻ പള്ളി അങ്കണത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആഗ്രഹിച്ചത് ഈ ഒലിവ് മരത്തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. കെദ്രോൻ തോടിൻ്റെ 2-3 ചാല് കടക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ സോക്കോൾഡ് ക്യാമ്പസായി. പള്ളിയിലിരുന്ന് ആ രാത്രി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മനുഷ്യപുത്രൻ ആഗ്രഹിച്ചത് ഈ മരങ്ങൾക്കിടയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാ. എന്തുകൊണ്ടാ? ചിന്തിക്കണം. എന്തുകൊണ്ടാണ് പള്ളിയങ്കണത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ മരങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ മനുഷ്യപുത്രൻ തൻ്റെ സമയത്തെ പകുത്തുവെച്ചത്? പ്രിയപ്പെട്ടവരെ, ആ മരങ്ങൾ അവൻ്റെ മനസ്സിന്, അവൻ്റെ ഹൃദയത്തിന് ഒരു വിമലീകരണത്തെ പ്രദാനം ചെയ്യുന്നുണ്ടായിരുന്നു. ആ മരങ്ങൾ അവനൊരു തണുപ്പിനെ പ്രദാനം ചെയ്യുന്നുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും ഹൃദയത്തോട് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ആ മരങ്ങൾ അവനൊരു ശാന്തത പ്രദാനം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ നിറത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടാ. പച്ച ഒരു വല്ലാത്ത വിമലീകരണം പ്രദാനം ചെയ്യുന്ന നിറമാണ്. പച്ച എന്ന നിറം ഒരു വല്ലാത്ത വിമലീകരണം പ്രദാനം ചെയ്യുന്ന നിറമാണ്. ഇന്നത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. എങ്കിലും നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സാധാരണ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ നിറം എന്തായിരുന്നു? പച്ചയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മാത്രമല്ല, ആശുപത്രി കിടക്കകൾ വിരിക്കുവാനും ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷീറ്റിൻ്റെ നിറം എന്താ? പച്ചയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പച്ച എന്ന നിറത്തിന് ഒരു വിമലീകൃത സ്വഭാവമുണ്ട്. അതിലേക്ക് രക്തമായ, കഠിനമേറിയ സങ്കടങ്ങളുടെ, നെരിപ്പോടുകളുടെ, വേദനകളുടെ രക്തം ആ പച്ചയിലേക്ക് പതിക്കപ്പെടുമ്പോൾ ഈ പച്ച ആ സങ്കടത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു നിറത്തെ, തവിട്ട് നിറത്തെയാണ് എന്ത് ചെയ്യുന്നത്? പ്രതിഫലിപ്പിക്കുന്നത്. അതായത് തന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും സാരാംശിച്ചുകൊണ്ട് മറ്റൊന്നിനെ പ്രകടമാക്കുവാനുള്ള ഒരു ആത്മീക കൃപ ഈ നിറത്തിനുണ്ട്. അതുകൊണ്ടാണ് ഓസോൺ പാളി എന്ന് നാം വിശേഷിപ്പിക്കുന്ന മനോഹരമായ പ്രപഞ്ച ഘടനയ്ക്ക് അതിന് ഭംഗി കൂട്ടുന്നത് ഏത് കാടുകളാണ്? ആമസോൺ കാടുകളാണ്. അതേ, ആ പച്ചയാണ് ഇന്നും ഭൂമിയുടെ മനോഹാരിത നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നത്. പച്ച ഒരു വിമലീകരണ സ്വഭാവത്തെ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗി വേദപുസ്തക തനിമയിൽ അല്പവും കൂടെ മനോഹരമായി വായിക്കുവാൻ സാധിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന്. ഗെത്സമനയിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ മനുഷ്യപുത്രൻ എല്ലാ സങ്കടങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ ഒരു വിമലീകരണ സ്വഭാവമുള്ളവനായി ഗെത്സമനയിൽ മാറുകയായിരുന്നു. എല്ലാത്തിനെയും നേരിടാൻ അവൻ്റെ മനസ്സ് പാകമാവുകയാണ്. അവിടെ തുപ്പുന്നവരുണ്ട്, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്, തൻ്റെ വസ്ത്രം ചീട്ടിടുവാൻ മനം കൂട്ടുന്നവരുണ്ട്. അവരെയൊക്കെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നെഞ്ചോട് ചേർക്കുവാൻ തക്കവണ്ണം മനുഷ്യപുത്രൻ ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കാൽവറിയിലെ ആദ്യ സംഭവം. എന്താണ് അവിടെ നടന്നത്? മനുഷ്യപുത്രൻ്റെ ഇടതും വലതും 2 കള്ളന്മാരെ കുരിശിക്കുവാനായി കൊണ്ടുവന്നു. അതിൽ 2 പേരും മോശമല്ലാത്ത വണ്ണം എല്ലാം സംസാരിക്കുക. എന്നാൽ കാൽവറിയുടെ അവസാന നിമിഷവും നമ്മളൊക്കെ എന്തോരം കള്ളം ചെയ്തതാ, ഇവൻ എന്നേലും ചെയ്തു, പാവം, നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേലും വേണ്ടിയില്ല, അവൻ നല്ലൊരു മനുഷ്യനാ, അവനങ്ങ് രക്ഷപ്പെടട്ടെ എന്ന് പറയുന്ന കള്ളനോട് ദൈവം തമ്പുരാൻ പറയുന്ന മറുപടി ഇതാണ്: നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലിരിക്കും. 33.5 വർഷം കൂടെ വന്ന അമ്മയോടത് പറഞ്ഞില്ല. 30 വർഷത്തോളം കൂടെ ഉണ്ടായിരുന്ന അപ്പനോട് പറഞ്ഞില്ല. 3.5 കൊല്ലത്തോളം ചങ്കും കരളുമാ നടന്ന ശിഷ്യന്മാരോടും പറഞ്ഞില്ല. സഹയാത്രികരായ പ്രിയപ്പെട്ടവരോടും പറഞ്ഞില്ല. എന്നാൽ അവസാന നിമിഷത്തൊരു വാക്കുകൊണ്ട് സർവ്വനൊമ്പരങ്ങളെയും തൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർത്തവനോട് പറയുകയാണ്: നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലിരിക്കും. മാത്രമല്ല, തന്നെ തുപ്പിയെയും തൻ്റെ വിലാപ്പുറത്ത് കുത്തുകയും ചെയ്യുന്ന എല്ലാവരെയും കേൾക്കേ, ദൈവവും ഭാഗവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാ അവസാനം നൊമ്പരപ്പെടുത്തിയവൻ്റെ പാപത്തെ പോലും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വിമലീകൃത സ്വഭാവമുള്ള ഒരു മനുഷ്യപുത്രൻ. അവൻ്റെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. അതാണ് ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം. എന്താണ് അർത്ഥം? ക്രിസ്തുവിൻ്റെ അനുയായി. ക്രിസ്തുവിൻ്റെ അനുയായിക്ക് വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്നവൻ, ക്രിസ്തുവിനെ പോലെ നടക്കുന്നവൻ, ക്രിസ്തുവിനെ പോലെ ചരിക്കുന്നവൻ, അവനാണ് ക്രിസ്ത്യാനി.
സർവ്വസങ്കടങ്ങളെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഓർത്തു നോക്കാം, നമ്മുടെ ചില അയൽക്കൂട്ടങ്ങളിലും വീടുകളിലും ഒക്കെ എപ്പോഴും ചില അമ്മാമ്മമാരുണ്ടാവും, ചില അച്ചായന്മാരും ഉണ്ടാവും. എല്ലാവരുടെയും സങ്കടങ്ങളെ കേൾക്കുന്ന ചില മനുഷ്യന്മാർ, പ്രത്യേകിച്ച് ഈ കുടുംബശ്രീ, പിന്നെ തൊഴിലുറപ്പ് ഇത്യാദി കാര്യങ്ങളിലൊക്കെയും ചില മനുഷ്യന്മാരുണ്ട്. സങ്കടം വന്നോടി, നീ എലിസമ്മയോടൊന്ന് പറയടി, ഇച്ചിരി ആശ്വാസം കിട്ടും. സങ്കടം വന്നോടാ, നീ നമ്മുടെ തോമാച്ചാൻ്റെ അടുക്കൽ പോയി ഇച്ചിരി വർത്താനം പറഞ്ഞേ, എല്ലാം ഓക്കെയാ. അതേ, ചില ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. എല്ലാവരുടെയും സങ്കടങ്ങളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് മറ്റൊന്നിനെ പ്രദാനം ചെയ്യും. എല്ലാ നെഗറ്റീവിനെയും സ്വീകരിച്ചിട്ട് പോസിറ്റീവിനെ പ്രദാനം ചെയ്യും. അപ്പം നമ്മൾ പറയും, ഓ അച്ചാനെടുക്കുന്ന വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഉണർവാണ്. ചില മനുഷ്യരെ നമ്മൾ പറയും, ദൈവമേ മിണ്ടല്ലേ, നമ്മുടെ സമയം പോവും, നമ്മുടെ ചിന്തയും പോവും, പിന്നെ നമ്മൾ മൊത്തം ഡെസ്പായി പോവും. ചില മനുഷ്യരോട് സംസാരിക്കും, പറയും 5 മിനിറ്റ് കൂടെ ഒന്ന് വർത്താനം പറയാമോ? തീർച്ചയായും അവരുടെ പേരാണ് വിമലീകൃത സ്വഭാവമുള്ളവർ. എല്ലാ സങ്കടങ്ങളെയും കേൾക്കാൻ അവരുടെ മനസ്സൊരുക്കുക. കുമ്പസാരക്കൂട് പുരോഹിതൻ ഒരു വിമലീകൃത സ്വഭാവമുള്ളവനാണ്. എല്ലാ മനുഷ്യൻ്റെയും പാപങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവം മുമ്പാകെ അഭ്യർത്ഥിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് ഓർപ്പിച്ച പോലെ ക്രിസ്തുവിൻ്റെ അനുയായികൾ ഈ ഒരു സ്വഭാവത്തെ സ്വീകരിച്ചവരാണ്. ആദ്യ രക്തസാക്ഷിയായ കുഞ്ഞു സഹദ സ്തേഫാനോസ്, അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കൂട്ടം കൂടി ഇന്ന് അവനെ പരിഹസിക്കുകയാണ്, അവനെ നിന്ദിക്കുകയാണ്. കുഞ്ഞു സഹദ എല്ലാം ഹൃദയത്തിൽ ചേർത്ത് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കുഞ്ഞു സഹദയുടെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിക്കുന്നത് കണ്ടുവെന്ന്. അതേ, സർവ്വതും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു വിമലീകൃത സ്വഭാവമുള്ളതായി തീരുക. നമ്മുടെ വീടുകളിലും ഇത്തരത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഞാൻ പറയും, അമ്മ ഒരു വിമലീകൃത സ്വഭാവമുള്ളവളാണ്. എന്തുകൊണ്ടെന്നറിയാമോ? വീട്ടിലെ എല്ലാ രസക്കൂട്ടുകളെയും എല്ലാ ജീവിത യാഥാർത്ഥ്യങ്ങളെയും നന്നായി അറിയാവുന്ന ഒരു വളാര അമ്മയാണ്. അപ്പന് കടുപ്പം കൂട്ടിയതാണ്, മക്കൾക്ക് കടുപ്പം കുറച്ച് മതി, ഇളയവക്ക് പഞ്ചാര കൂട്ടി വേണം, എല്ലാ കാര്യങ്ങളും ആർക്കറിയാം? അമ്മയ്ക്കറിയാം. കൂട്ടാൻ, അച്ചാൻ ഇന്ന കൂട്ടാനാണ് ഇഷ്ടം, കുഞ്ഞുങ്ങൾക്ക് ഇന്നതായി ഇഷ്ടം. അതെ, ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴും അപ്പനും മക്കളും പരിഭവം പറയുകയും പിണങ്ങിയും തല്ലുകൂടുകയും ചെയ്യുമ്പോൾ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മരുഭൂമി ജീവിക്കുന്ന ചില അപ്പന്മാർ വിമലീകൃത സ്വഭാവമുള്ളവരാണ്. ഓരോ തവണ നാട്ടി വിളിക്കുമ്പോഴും ഇനിയും കിട്ടാത്ത കളിപ്പാട്ടത്തെക്കുറിച്ചോ നേടിയെടുക്കാൻ പറ്റാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളെക്കുറിച്ചോ മക്കൾ പരാതി പറയും. ഇനിയും അടച്ചു തീർക്കാത്ത ലോണിനെക്കുറിച്ചും ചിട്ടിയെക്കുറിച്ചും പ്രാരാബ്ദങ്ങളെക്കുറിച്ചും അമ്മയും പറയും. ഒടുപ്പം ഭാര്യയെ സ്വസ്ഥമായി വിളിക്കുമ്പോൾ അവൾ അവളുടെ വീട്ടിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും കെട്ടുകെട്ടായി ഇറക്കുമ്പോഴും മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണരാരണ്യങ്ങളിൽ ആ മനുഷ്യൻ സർവ്വതും തൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർത്ത് ദൈവമുമ്പാ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അതെ, അവർക്ക് വിളിക്കേണ്ടുന്ന പേരാണ് വിമലീകൃത സ്വഭാവമുള്ളവർ. എല്ലാത്തിനെയും സ്വീകരിക്കുക. ഭാര്യ പറയുന്നു, മക്കൾ പറയുന്നു, അപ്പം പറയുന്നു, കൂട്ടുകാർ പറയുന്നു, എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവൻ്റെ നെഞ്ചിൻ്റെ കനലിനെ കാണുവാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ വലിയ കുറവ്. ആർക്കും സാധിക്കുന്നില്ല. മുണ്ട് മറക്കി കൊടുത്താ അവരൊക്കെ ജീവിക്കുന്നത്. നമ്മൾ തോന്നുമ്പോൾ പറയുമ്പോൾ ഒക്കെ അവിടുന്ന് കറൻസിയും കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയുന്നില്ല. 20-40 പേര് അട്ടി അടുക്കിയിട്ടാ ക്യാമ്പിൽ കഴിയുന്നത്. രാത്രി വന്ന് കയറുമ്പോൾ ആഹാരം വെച്ചാലായി കഴിച്ചാലായി, വീണ്ടും കിടന്നുറങ്ങുന്നു. രാവിലെ വെളുപ്പിനെ ക്യൂ നിൽക്കുക, ഒന്ന് കുളിക്കുവാൻ, ഒന്ന് ബാത്റൂമിൽ പോകുവാൻ. ആ ക്യൂ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും തൻ്റെ ജോലി സ്ഥലത്തേക്ക് ചുട്ടുപൊക്കുന്ന വെയില്. ഹൃദയം നിറയെ അമ്മയാ, ഹൃദയം നിറയെ ഭാര്യയാ, ഹൃദയം നിറയെ മക്കളാ. കുടുംബം മാത്രം ഹൃദയത്തിൽ പേർ അധ്വാനിക്കുന്ന ഒരുപറ്റ മനുഷ്യന്മാരാ ഈ മരുഭൂമിയിൽ. ഞാൻ പറയുന്നു, അവരാണ് ശരിക്കും വിമലീകൃത സ്വഭാവമുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊരു വലിയ ഏറ്റെടുപ്പാണ് ദൈവമുമ്പാകെ നാം എടുക്കേണ്ടത്. എന്തിനേയും സ്വീകരിക്കുവാനുള്ള ഒരു ആത്മീക പക്വത. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നേടിയെടുത്തു തന്ന വലിയ ബോധ്യം ഇതായിരുന്നു: എന്തിനേയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഉപാധിയായിരുന്നു ദൈവം മുമ്പാകെ സർവ്വതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എല്ലാ നിമിഷവും അവർ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുവാനായി തങ്ങളുടെ മുട്ടുകളെ മടക്കിയവരാ. പൂർവികരായ പിതാക്കന്മാരുടെ മുഖം നിങ്ങൾ നോക്കണം. അവരൊന്നും ഫോട്ടോഷോപ്പും മൊബൈൽ ആപ്ലിക്കേഷനും ഇല്ലാത്ത കാലഘട്ടത്തിൽ നല്ല ചിത്രങ്ങളെടുത്ത് ചില്ലിൽ പതിപ്പിച്ചവരാ.
അവരുടെയൊക്കെ മുഖം നോക്കണം, എന്തൊരു തേജസ്സുള്ളതാ. ചട്ടയും നീരിതുടുത്ത് വരുന്ന അമ്മച്ചിമാരെ കാണുന്ന ഒരു നല്ല മുഖശ്രീ ഇന്ന് സാരി ഉടുത്ത് വരുന്ന അമ്മമാരെ കാണാൻ കിട്ടത്തില്ല. ജുബയും തോളത്ത് നല്ല ഷോളും ഇട്ട് കടന്നു വന്നിരുന്ന അപ്പച്ചന്മാരെ കാണുന്നൊരു ശൈലി ഇന്ന് എത്ര മുണ്ട് മടക്കി കുത്തിയാലും നമുക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ടാ? അവർക്ക് ദൈവബന്ധമുണ്ടായിരുന്നു. എത്ര പ്രതിസന്ധിയിലും ദൈവം മുമ്പാകെയുള്ള ആത്മബന്ധത്തെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. ഒരു കാലഘട്ടത്തിനപ്പുറം ഈ മലയാളക്കര മുഴുക്കെ ദൈവബന്ധമില്ലാത്തൊരു മനുഷ്യന്മാരായിരുന്നു. മലയാള സംസ്കൃതിയിൽ എൻ്റെ സാഹിത്യ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ മലയാളക്കഥയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മലയാളം അർത്ഥത്തിനും കാമത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്ത് അച്ചീചരിതങ്ങളും അസന്മാർഗീയതയുമായി ജീവിച്ചിരുന്ന ഒരു മലയാളി സംസ്കൃതിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. എന്നാൽ അർത്ഥത്തിനും കാമത്തിനുമല്ല, ധർമ്മത്തിനും മോക്ഷത്തിനുമാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് മലയാളക്കരയ്ക്ക് ദൈവിക കൃപയുടെ പുതിയ സംസർഗത്തെ പറഞ്ഞു നൽകിയ ആദ്യ മനുഷ്യൻ്റെ പേരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടിലൂടെ കുത്തിവെച്ച ഈശ്വര സാക്ഷാത്കാരമാണ് ഇന്നും ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും കൊട്ടിയേൽക്കുന്നത്. സായാഹ്നങ്ങളിൽ അവർ വിരിയുന്ന മനോഹരമായ കീർത്തനം ഇങ്ങനെയാണ്: രാമ 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 പാഹിമാ രാമപാദം ശേരണി മുകുന്ദ രാമ പാഹിമാ. പാഹിമാ, എന്നെ രക്ഷിച്ചാലും എൻ്റെ ആത്മാവിനെ രക്ഷിച്ചാലും സർവ്വകടങ്ങളും വീഴുന്ന സർവപ്രപഞ്ചകനായ സർവേശ്വര, ഇതാ എൻ്റെ ആത്മാവിനെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഈ സായാഹ്നത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ക്രൈസ്തവ ഭവനങ്ങളിലെ പ്രിയപ്പെട്ടവർ ദേവാലയം മുമ്പാകെ കടന്നു വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പകൽ സമയത്ത് അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ശാന്തമായ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് നിത്യസ്തുതികളും ആരാധനകളും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്ധ്യയുടെ പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങുന്നു. ഇതൊന്നും പറ്റാതെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിമാർ പാടി: ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനേ. പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവമുമ്പാകെയായിരുന്നു സമർപ്പിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയിലും ഒടയോൻ കാത്തോളെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. മക്കൾ 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, ഒരു പ്രതിസന്ധിയില്ല, ദൈവം കാത്തോളും. സാമ്പത്തികമായ ഒരു മെച്ചവും ഇല്ല, അഴപ്പുറത്ത് അരിയും കൂടുതലില്ല, പക്ഷെ ദൈവബന്ധമുണ്ടായിരുന്നു. അവരുടെ തലമുറകൾ നീതീകരിക്കപ്പെട്ടു. ഇന്നൊന്നും രണ്ടിനെയും പോറ്റുന്ന പാട് ഏറെ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഈ കത്തുന്ന മരം നമുക്ക് നൽകുന്ന ബോധ്യം ഇതാണ്: വിമലീകൃത സ്വഭാവത്തെ ആർജിക്കുക, എല്ലാത്തിനെയും സ്വീകരിക്കുക, എന്തിനേയും സ്വീകരിക്കുക. ദൈവമുണ്ട്, ദൈവം കരുതുമെന്നൊരു ബോധ്യം എല്ലാത്തിനെയും സ്വീകരിച്ച് മറ്റൊന്നിനെ പ്രകടമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ പെരുന്നാൾ കത്തുന്ന മരത്തിലൂടെ നമുക്ക് സാധ്യമായി തീരട്ടെ. രണ്ടാമത്, കത്തുന്ന മരം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പ്രബോധനമാണ്: നിൽക്കുന്ന ഇടങ്ങളെ പവിത്രമാക്കുക. നീ നിൽക്കുന്ന ഇടങ്ങളെ നീ പവിത്രമാക്കുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മോശ മുൾപ്പടർപ്പിൻ്റെ അഗ്നി കണ്ടിട്ട് അടുക്കിലേക്ക് ചെന്നപ്പോൾ മുൾപ്പടർപ്പ് പറഞ്ഞു: ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. നീ നിൽക്കുന്ന ഇടം അത് മനോഹരമാണ്, അതുകൊണ്ട് നീ നിൽക്കുന്ന ഇടത്തെ നീ പവിത്രീകരിക്കണമെന്ന് മോശയ്ക്ക് കത്തുന്ന മരം രണ്ടാമത് പ്രബോധനം നൽകിയ. പ്രിയപ്പെട്ടവരെയും, നിൽക്കുന്ന ഇടങ്ങൾ വിശുദ്ധമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടേണ്ടുന്ന ആപ്തവാക്യമാണ്. നാം എവിടെ ആയിരിക്കുന്നു, മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളൊക്കെയും ദൈവകൃപ പറ്റിച്ചേർന്ന ഇടങ്ങളാണ്. ഈ ഭൂമി ഉണ്ടാക്കിയതാരാ? ദൈവമാണ്. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്നതാരാ? ദൈവവാ. സർവ്വതിനെയും മണ്ണിൽ നിന്ന് പടുത്തുയർത്തിയവനാരാ? ദൈവവാ. അപ്പോൾ ദൈവമുണ്ടാക്കി മണ്ണ് അത് ഏറ്റവും വിശിഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ വീട് നരകമാണെന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, അതും ദൈവം ഉണ്ടാക്കിയതാ. ഞാൻ നിൽക്കുന്ന ഇടങ്ങൾ അതൊരിക്കലും ജീവിക്കാൻ കൊള്ളാത്ത മണ്ണ്, അതും ദൈവം ഉണ്ടാക്കിയതാ. നീ ജീവിക്കുന്ന അവസ്ഥ അതും ദൈവം ഉണ്ടാക്കിയതാ. നിന്റെ ചുറ്റുവട്ടങ്ങൾ അതും ദൈവം ഉണ്ടാക്കിയതാ. ദൈവം നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു: നീ നിൽക്കുന്ന ഇടത്തെ നീ പവിത്രമാക്കുക. നിൽക്കുന്ന ഇടത്തെ നീ പവിത്രമാക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? നിൽക്കുന്നിടത്തെ പവിത്രമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ദൈവം മോശയ്ക്ക് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: മോശയെ, ഒന്നാമത് നീ മാതൃകയുള്ളവനാകുക.
നിൽക്കുന്നിടത്തെ പവിത്രമാക്കുവാൻ നീ ഒന്നാമത് മാതൃകയുള്ളവനാകുക. അതിന് ദൈവം പറയുന്നതാണ്, നിന്റെ ചെരുപ്പ് ആദ്യം അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാട്ടെ. കാരണം മോശേ, ഇനി ഞാൻ നിനക്ക് നൽകുന്ന ജനത അവർ ചെരുപ്പിടാതെ ജീവിക്കുന്നവരാ. അടിമകൾ ചെരുപ്പ് ധരിക്കാറില്ല മോശേ. കൊട്ടാരത്തിൽ ജീവിച്ചതുകൊണ്ടാണ് നിന്റെ കാല ഒരുപറ്റം ചെരുപ്പ് കിടക്കുന്നത്. അടിമകൾ ചെരുപ്പ് ധരിക്കാറില്ല. അപ്പം നല്ല നേതാവിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? അവൻ്റെ ജനതയോടൊപ്പം ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ പങ്കുവെക്കുക എന്നതാ. നിന്റെ അടിമകൾ ചെരുപ്പ് ധരിക്കാത്തപ്പോൾ നീയും ധരിക്കരുത്. നീ നല്ല മാതൃകയുള്ളവനാകണം. രണ്ടാമത്, നീ സ്വപ്നങ്ങൾ കൊടുക്കണം. മോശയോട് ദൈവം പറയുകയാണ്, നീ രണ്ടാമത് സ്വപ്നം കൊടുക്കണം. ഞാൻ എന്ത് സ്വപ്നം കൊടുക്കേണ്ടത്? നീ കൊടുക്കേണ്ട സ്വപ്നം ഇതാണ്, ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കും. അതേ വലിയൊരു സ്വപ്നമല്ലേ അത്? വാഗ്ദത്ത നാട് ഒരു വലിയ സ്വപ്നമല്ലേ? ശരിക്കും ക്രിസ്ത്യാനികളൊക്കെ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊക്കെ ജീവിക്കുന്ന ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്താ? മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. ഇന്നല്ലേ നാളെ നമ്മളെല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെവിടെ പോവും? നിങ്ങൾ മാസ്ക് വെക്കുന്ന ഹൃദയത്തിൽ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. എവിടെ പോവും? സ്വർഗത്തിൽ പോവും. നമ്മളെല്ലാവരുടെയും ക്രിസ്ത്യാനികളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം. വാഗ്ദത്ത നാട്, അവിടെയാണ് നമ്മുടെ സ്വർഗീയ സിയോനാകുന്ന വാഗ്ദത്ത നാട്. അവിടെയാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. ശരിക്കും ഈ ഒരു സ്വപ്നം ദൈവം നമുക്ക് പ്രദാനം ചെയ്തതാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം ഇതാണ്. കാരണം ഉപമകളിലൂടെ, ചെറിയ മൊഴികളിലൂടെ ക്രിസ്തു ഭൂമിയിലേക്ക് പ്രദാനം ചെയ്തതാണ് എന്താ? ഈ വലിയ സ്വപ്നം. അതുകൊണ്ട് അവൻ കടുകുമണി പറഞ്ഞപ്പോഴും, ഉപമകൾ പറഞ്ഞപ്പോഴും, പുളിപ്പിനെക്കുറിച്ച് പറയുമ്പോഴും, അപ്പം എടുക്കുമ്പോഴും ജനതയോട് കാണേണ്ടുന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അതേതാ? സ്വർഗവാ. ക്രിസ്തുവിൻ്റെ പിൻപറ്റി വന്ന ശിഷ്യന്മാരിൽ ഞാൻ ഓർപ്പിച്ച ആദ്യ സഹത സ്തേഫാനോസ്, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുഞ്ഞു സഹതായെ കല്ലെറിയുക. കല്ലേറുകൊണ്ട് ശരീരവും ആത്മാവും ചോര പൊടിയുന്ന നിമിഷവും കുഞ്ഞു സഹത കൈകൾ ഉയർത്തി പറയുന്നത് എന്താണെന്നറിയാമോ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു എന്നാ. ശരീരം നുറുക്ക വേദനയോടുകൂടെ നിൽക്കുമ്പോഴും ആ കുഞ്ഞു സഹത പറയുന്നത് എന്താ? ഞാനിതാ സ്വർഗം തുറക്കുന്നത് കാണുന്നു എന്നാ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞു സഹതയിലൂടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ, ഈ ഇടവകയുടെ ആത്മീക മകൻ ഏലിയാസ് തിരുവനസ് ഒരു വായിൽ 50 വട്ടം പറയുന്ന വാക്കാണ് സ്വർഗം എന്നത്. കാണേണ്ടുന്ന വാഗ്ദത്ത നാടെന്ന സ്വപ്നം ജീവിക്കണമെങ്കിൽ അങ്ങോട്ട് ഒരുക്കത്തോടെ ജീവിക്കണം. ഉള്ളതോ കൂട്. തിരുമേനി പറയുന്നത് ഇങ്ങനെയൊക്കെയാ, ഉള്ളത് കൂട്. കാരണം അവിടെ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടി അവിടെ കിട്ടും. ഇവിടെ എന്ത് കൊടുക്കാതിരിക്കുന്നു അവിടെ അതനുസരിച്ച് കുറയും. കൊട്. പ്രിയപ്പെട്ടവരെ, എല്ലാ പിതാക്കന്മാരും ഇവിടെ പൂർവികരും നമുക്ക് നൽകുന്ന സ്വപ്നവിധ സ്വർഗമാണ്. അപ്പം നമ്മുടെ ഒരു ചിന്തയുണ്ട്, അച്ഛാ കള്ളൻ വരെ കിട്ടി, പിന്നെ നമുക്ക് വരെ കിട്ടത്തില്ലയോ? തെറ്റാണ്. സെന്റ് അഗസ്റ്റിൻ എന്ന പിതാവ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട്, ഡോണ്ട് പാനിക്, വൺ ഓഫ് ദ തീസ് വാസ് റിഡീംഡ്, ഡോണ്ട് പെർസ്യൂം, വൺ ഓഫ് ദ തീസ് വാസ് കണ്ടീംഡ്. ആരും പേടിക്കേണ്ട, അവസാന കള്ളനും രക്ഷപ്പെട്ടു. ആരും ഭയപ്പെടാതിരിക്കരുത്, ഒരു കള്ളൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് മാത്രം ചിന്തിക്കരുത്. ശിക്ഷിക്കപ്പെട്ടവരും അന്ത്യന്യായവിധിയിലുണ്ട്. അന്ത്യന്യായവിധിയിൽ വലതും ഇടതുമായി വേർതിരിക്കപ്പെടുമ്പോൾ വലത് ദൈവം മുമ്പാകെയും ഇടത് നരകാഗ്നിയിലേക്കും വീഴുമെന്ന് നമ്മുടെ ഹൃദയത്തിനൊരു ബോധ്യമുണ്ടാകട്ടെ. ഇത്തരത്തിൽ നരകത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ആദ്യം പറഞ്ഞു തന്ന ഉപമയാണ് ധനവാന്റെയും ലാസറിൻ്റെ ഉപമ. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 25-26 വാക്യങ്ങളിലാണ് ഈ നരകമെന്ന ബോധ്യത്തിൻ്റെ ഒരു ആത്മീക കൃപകളെക്കുറിച്ച് അവിടെ പറഞ്ഞു നൽകുന്നത്. നരക ജീവിതത്തിലേക്ക് എടുക്കപ്പെടാതിരിക്കുവാൻ നീ കാട്ടേണ്ടുന്ന ധാർമ്മികതയെക്കുറിച്ച്, നിൽക്കുന്ന ഇടത്ത് പവിത്രീകരമാക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് ഈ ഉപമ നമുക്കൊന്ന് പറഞ്ഞു നൽകുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 25-26 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മകനേ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അതുപോലെ തിന്മയും പ്രാപിച്ചു. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഒരു വലിയ പിളർപ്പുണ്ട് എന്ന്. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ, സ്വർഗത്തിനും നരകത്തിനും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട് എന്ന് അബ്രഹാം പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പിളർപ്പിനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന പേരാണ് കാലത്തിൻ്റെ വിടവ്. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിലുള്ള ഈ വിടവിൻ്റെ പേരാണ് കാലത്തിൻ്റെ വിടവ്.
നിങ്ങളെല്ലാവരും ധനവാന്റെയും ലാസറിൻ്റെയും കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് കഥയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഒരിടത്ത് ധനവാൻ ഉണ്ടായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് ജീവിച്ച ദരിദ്രനായ ഒരു ലാസർ ഉണ്ടായിരുന്നു. രണ്ടുപേരും മരിച്ചു. ലാസറോടെ പോയി സ്വർഗത്ത് പോയി, ധനവാൻ നരകത്തിൽ പോയി. ധനവാൻ നരകത്തിൽ കിടന്ന് അബ്രാഹാം പിതാവിനോട് പറഞ്ഞു, യോ എന്തോ ഒരു ചൂടാ ഇവിടെ, ആ ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എൻ്റെ നാവിനൊന്ന് തണുപ്പിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളറിയാത്തൊരു കഥയുണ്ട് ധനവാന്റെ ലാസറിൻ്റെ കഥയിൽ. ആ കഥ ഇതാണ്. ലാസർ ധനവാന്റെ അപ്പനാണ്. ലാസർ ആരാണെന്നറിയാമോ? ധനവാന്റെ അപ്പൻ്റെ പേരാണ് ലാസർ. ലാസർ എന്ന വാക്ക് ഉപമകളിൽ ക്രിസ്തു ആർക്കും പേര് നൽകിയിട്ടില്ല. പക്ഷേ ഒരു ദരിദ്രന് അവൻ ലാസർ എന്ന് പേര് നൽകി. ലാസർ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചുവെന്നും ദൈവത്തിൻ്റെ സഹായം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, അവഗണിക്കപ്പെടുന്ന അമ്മയപ്പന്മാരുടെ പേര്, അവരുടെ പ്രതീകമാണ് ലാസർ. അവർക്ക് ദൈവത്തിൻ്റെ മടിയിൽ ഇരിപ്പിടമുണ്ട് എന്ന് ദൈവം തമ്പുരാൻ ഈ ഉപമയിലൂടെ പറയാതെ പറഞ്ഞു നൽകിയാണ്. ലാസറിനെ അവഗണിച്ച് കളയുന്ന ധനവാന്മാർ അവർ മക്കളാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിലുള്ള ആ വിടവ് വീണ്ടും പ്രസക്തമാവുന്നു. അത് കാലത്തിൻ്റെ വിടവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ജനിക്കുന്നത് ആരായിട്ടാണെന്നറിയാവോ? ധനവാന്മാരായിട്ടാണ്. എല്ലാവരും ജനിക്കുന്നത് ധനവാന്മാരായിട്ടാണ്. മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ലാസറായിട്ടാണ്. എനിക്ക് ഒരു 3 വയസ്സുള്ള മോളുണ്ട്. എൻ്റെ കുഞ്ഞിന് ഈ സമയത്ത് ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ മകളായതുകൊണ്ടും എനിക്ക് ഒത്തിരി ബന്ധബലവും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഒത്തിരി പേര് അത്തരത്തിലുള്ള ഉപഹാരങ്ങളൊക്കെ നൽകും. അപ്പോൾ കുഞ്ഞിനെ അവൾ പറയുന്നതനുസരിച്ച് എനിക്ക് അത് വേണ്ട, ഇത് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞ് വസ്ത്രപരമായി ഒത്തിരി ധനാഢ്യമായാണ് അവൾ ജീവിക്കുന്നത്. എന്നാൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടം കഴിയും തോറും ഈ വസ്ത്രത്തിൽ എന്തുണ്ടാവും? ദാരിദ്ര്യം നേരിടാൻ തുടങ്ങും. ഏറ്റവും അവസാനം നമ്മുടെ മക്കളുടെ പരുവാകുമ്പോൾ ഇവൾ വൃദ്ധിയായി കട്ടിലിൽ കിടക്കുകയാണ്. മലമൂത്ര വിസർജനങ്ങളോടെ കട്ടിലിൽ കിടക്കുകയാണ്. നഗ്നത മറയ്ക്കുവാൻ ഒന്നുമില്ല. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ആ കട്ടിലിൽ കിടന്ന് അവൾ പറയുക, തൻ്റെ നഗ്നത മറയ്ക്കാൻ ഒരു തുണി തരുമോ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ, അന്നേരം സംസാരിക്കാൻ സാധിക്കുകയില്ല. കാരണം അത്രമേൽ വൃദ്ധിയായി. ആ കുഞ്ഞ് തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് മക്കളോട് പറയുമായിരിക്കും, അല്ലയോ, ധനാഢ്യമായി ജീവിച്ചൊരു സ്ത്രീയായിരുന്നു ഞാൻ. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് എന്തോരം വസ്ത്രമുണ്ടായിരുന്നു. പക്ഷേ ഇതാ ഈ അന്ത്യസമയത്ത് എൻ്റെ നഗ്നത മറയ്ക്കുവാൻ ഒരു ചെറിയ വെള്ളത്തുണി പോലും എനിക്കില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ധനവാന്റെ ലാസറിൻ്റെയും പ്രസക്തി. ധനവാൻ എന്ന ഇഷ്ടംപോലെ ആവശ്യകരമായ സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തിൽ അവൻ്റെ മേശയിൽ നിന്ന് ഊർന്നു വീണ അപ്പക്കഷ്ണങ്ങൾ തിന്ന് ജീവിച്ചവരായിരുന്നു ആരാ? ലാസർ. ഇപ്പം എൻ്റെ കുഞ്ഞ് അന്ന് അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ നിന്ന് അമ്മച്ചി അവനെന്ന് പറഞ്ഞല്ലോ, ഒരു സാരി കൊടുത്തേക്കാം, അല്ലെ ഒരു നേരിയത് കൊടുത്തേക്കാം. അങ്ങനെ അവൻ്റെ സുഭിക്ഷതയുടെ അപ്പത്തിൽ നിന്ന് ഊർന്നു വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന് ജീവിക്കേണ്ടുന്ന ഗതികേട് അവൾക്ക് അന്ന് അക്കട്ടിലുണ്ടാവും. എൻ്റെ കുഞ്ഞിനെ എടുക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട്. ആര് വന്നാലും അവരെടുക്കും, വർത്താനം പറയും, കൊണ്ടുപോകും. അവളും ഒത്തിരി വർത്താനമൊക്കെ പറയും. സ്നേഹത്തിന് യാതൊരു, ഇതാണ് അബ്രാഹാം പിതാവ് പറഞ്ഞ വിടവ്, കാലത്തിൻ്റെ വിടവ്. അപ്പൻ്റെ പ്രായവും മക്കളുടെ പ്രായവും തമ്മിൽ വലിയൊരന്തരമുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. ഈ ഭൂമിയിൽ പിറവിയെടുത്ത എല്ലാ ധനവാന്മാരും ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത് ആരായിട്ടാ? ലാസറായിട്ടാ. ഈ ഭൂമിയിൽ പിറവിയെടുത്ത ധനാഢ്യരായ എല്ലാ ധനവാന്മാരും ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ളത് ദാ ഈ കിടക്കുന്ന 6 അടി മണ്ണിന്റെ ലാസറിന്റെ ഭവനത്തിലേക്കാ. ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കത്തോലിക്ക സഭയിലെ ഏറെ ശ്രേഷ്ഠനായ മനുഷ്യനാണ് തോമസ് അക്കംബിസ്. ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം ബൈബിൾ കഴിഞ്ഞാൽ ലോകം ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകമാണ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. മലയാളത്തിൽ തന്നെ ഏകദേശം 10ഓളം വിവർത്തനങ്ങൾ അതിൻ്റേതായിട്ടുണ്ട്. ഇഗ്നേഷ്യസിനെയും ലയോളയും പോലെയുള്ള കത്തോലിക്ക സഭയിലെ വലിയ വിശുദ്ധന്മാരുടെ ഗുരു പാരമ്പര്യമാണ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വിശുദ്ധനാക്കാനുള്ള ഒരു പ്രാരംഭിക നടപടികളൊക്കെ ആരംഭിച്ചിട്ട് കത്തോലിക്ക സഭയുടെ രീതി അനുസരിച്ച് അവരുടെ കല്ലറ തുറന്ന് അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ തോമസ് അക്കംബിസ് എന്ന മനുഷ്യൻ്റെ വിശുദ്ധൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭാഗം പൊളിച്ച് അദ്ദേഹത്തിൻ്റെ കല്ലറ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിടക്കുന്നത് കമിഴ്ന്നായിരുന്നു.
ഭൗതിക അവശിഷ്ടങ്ങൾ കിടക്കുന്നത് കമഴ്ന്നായിരുന്നു. അധികം ഒന്നും ചിന്തിക്കേണ്ട, ഉത്തരം വളരെ ലളിതമാണ്. അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അടക്കി. പക്ഷേ പിന്നീട് ശ്വാസഗതി ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു പിടച്ചിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോകത്ത് നിന്ന് വേർപെട്ടത്. കത്തോലിക്ക സഭ വിശുദ്ധനാകാത്തതിൻ്റെ കാര്യം ഇതാണ്. ഒരു പിടച്ചിലൂടെ ഈ ലോകത്ത് നിന്ന് വേർപെട്ട ഒരാളെ എങ്ങനെ വിശുദ്ധമെന്ന് പറയും? ഒരു പിടച്ചിലൂടെ ഈ ലോകത്ത് നിന്ന് വേർപെട്ട ഒരു ജീവിതത്തെ എങ്ങനെ വിശുദ്ധമെന്ന് പറയും? അതുകൊണ്ട് അദ്ദേഹത്തെ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിരാശപ്പെടാനോ നിങ്ങളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുവാനോ അല്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കല്ലറ ഒന്ന് എടുത്തിട്ട് പെട്ടി തുറന്ന് നോക്കണം, അപ്പനും അമ്മയും കിടക്കുന്നത് എങ്ങനെയാണ്. 90% കല്ലറയിൽ അപ്പനും അമ്മയും കിടക്കുന്നത് മലന്നായിരിക്കും. എന്താണെന്നറിയാമോ? അവരുടെ പ്രാണൻ ഈ ലോകത്തു നിന്ന് പോയത് ഒരു പിടച്ചിലൂടെ ആയിരിക്കും. ഈ പ്രാണൻ ഈ ലോകത്തു നിന്ന് പോയത് പിടച്ചിലൂടെ. കാരണം അവസാന നിമിഷം വരെയും മക്കള് കാട്ടിക്കൂട്ടുന്ന പ്രക്കോമരകൾ കണ്ട് ഈ അപ്പൻ്റെ ഹൃദയം വെമ്പിയിട്ടുണ്ടാകും. അവസാന നിമിഷം ഒരിറ്റു വെള്ളത്തിന് വേണ്ടി, ദാഹാർദ്രപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിന് വേണ്ടി, ഒരു കരസ്പർശനത്തിന് വേണ്ടി, ഒരു സാമീപ്യത്തിന് വേണ്ടി ഈ അപ്പൻ്റെ ശരീരം പിടഞ്ഞിട്ടുണ്ടാകും. പിന്നെങ്ങനെയാ ഈ അപ്പൻ ഈ ലോകത്തുനിന്ന് പോകുമ്പം? എൻ്റെ അപ്പൻ്റെ അവസാനം നല്ലൊരവസാനമായിരുന്നു. ഞങ്ങളെല്ലാവരും ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു. അതെ, നീ ചുറ്റും ഉണ്ടായിരുന്നു, പക്ഷെ അപ്പൻ്റെ അടുത്തില്ലായിരുന്നു. എല്ലാവരും വന്ന് ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വന്ന്, UK നിന്ന് വന്ന്, അപ്പന് എന്തോരം അച്ഛന്മാരുണ്ടായിരുന്നു, തിരുമേനിമാർ 5-6 ഉണ്ടായിരുന്നു. എന്തോരം നല്ല ഭംഗിയായിട്ട് അപ്പൻ്റെ കവറടക്കം നടത്തിയേ, കല്ലറയൊക്കെ എന്ത് ഭംഗിയായിരുന്നു. പക്ഷേ അപ്പം പോയത് പിടച്ചിലൂടാടാ. അപ്പൻ്റെ പ്രാണൻ ഇവിടെ നിന്ന് പോയി. കാരണം കരുതേണ്ടുന്ന കരങ്ങളെ അപ്പൻ അവസാനം കണ്ടില്ല, കൊടുക്കേണ്ടുന്ന വെള്ളവും അപ്പൻ അവസാനം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു ആത്മീയ കൃപയാണ് നമ്മളായിരിക്കുന്നിടത്തെ പവിത്രമാക്കണം. നമ്മുടെ കുഞ്ഞു വാക്കുകൾ മതി, നമ്മുടെ കുഞ്ഞു സാന്നിധ്യം മതി, നമ്മുടെ കുഞ്ഞു കർമ്മങ്ങൾ മതി, നമ്മുടെ ഇടങ്ങൾ പവിത്രീകരിക്കപ്പെടും. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. കത്തുന്ന മരം ഈ കാലാനുസൃതമായി നമുക്ക് നൽകിയ 2 പ്രബോധനങ്ങളാണ്. ഒന്ന്, ഒരു വിമലീകൃത സ്വഭാവത്തെ നാം ആർജിക്കുക. എന്ത് പ്രതിസന്ധിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ഒരു നറുചിരിയോടെ പറ്റിച്ചേർത്ത് സ്വീകരിച്ചതുപോലെയുള്ള ഒരു വിമലീകൃത സ്വഭാവത്തെ നാം ഈ കാലഘട്ടത്തിൽ ആർജിച്ചെടുക്കുക എന്നതാകണം നാം ചെയ്യേണ്ടത്. അവിടെ ദൈവം നമുക്കുണ്ട്, കർത്താവിൻ്റെ ഒരു കൃപ അദൃശ്യമായി നമ്മൾക്കൊപ്പം ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിനെ കൃത്യമായി എടുപ്പിക്കണം. രണ്ടാമത്, ദൈവം തമ്പുരാൻ കത്തുന്ന മരത്തിലൂടെ നമുക്ക് നൽകിയ പ്രബോധനം ഇതായിരുന്നു: നിൽക്കുന്ന ഇടങ്ങളെ പവിത്രീകരിക്കുക. ഏതിടങ്ങളായാലും അവിടെ ദൈവകൃപയെ സ്നേഹപൂർവ്വം പകർന്നു കൊടുക്കുക. ധൈര്യന്മാരായിട്ടല്ല, ദൈവകൃപയുടെ ധനാഢ്യമായ ജീവിതം കൊണ്ട് കാലത്തെ പൂർത്തീകരിക്കുക എന്നതാണ് രണ്ടാമത് കത്തുന്ന മരം നമുക്ക് നൽകിയ പ്രബോധനം. അതേ, ഹൊറേബിൻ്റെ അടിവാരത്തിൽ മോശ മാത്രമല്ല കത്തുന്ന മരത്തെ കണ്ടത്. ഈ സായാഹ്നത്തിൽ ഈ ബുധനൂർ ദേവാലയത്തിലെ എല്ലാ മക്കളും ഹൊറേബിൻ്റെ പർവ്വതത്തിൻ്റെ അടിവാരങ്ങളിൽ മോശ കണ്ട കത്തുന്ന മരത്തെ കാണണം. നിങ്ങളുടെ ഉൾക്കണ്ണുകളെ ദൈവം തമ്പുരാൻ അതിന് തുറക്കട്ടെ. ഇനി നിങ്ങൾ കത്തുന്ന മരം കാണുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞ ഈ 2 പ്രബോധനം ഒരു വിമലീകൃത സ്വഭാവത്തെ ആർജിക്കുവാനും നിൽക്കുന്ന ഇടത്തെ പവിത്രീകരിക്കുവാനും നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ ഒരുക്കുമാറാകട്ടെ.